നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6th തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പേജ് നമ്പർ 35 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്ന്. 1 liter of milk fills 2 identical bottles. A quarter of the milk in one bottle is used to make a cup of tea. How much milk was used to make tea? How many milliliters? എന്താണ് ക്വസ്റ്റ്യൻ? 1 liter of milk fills 2 identical bottles. 1 ലിറ്റർ മിൽക്ക് രണ്ട് തുല്യമായിട്ടുള്ള പാത്രങ്ങളിൽ ഈക്വൽ ആയിട്ട് രണ്ട് ഐഡന്റിക്കൽ ബോട്ടിൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് തുല്യമായ ബോട്ടിലിൽ ഈക്വൽ ആയിട്ട് ഫില്ല് ചെയ്തു. 1 ലിറ്റർ മിൽക്കാണ് രണ്ട് പാത്രത്തിലായിട്ട് ഒരുപോലെയുള്ള രണ്ട് പാത്രത്തിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തത്. എ ക്വാർട്ടർ ഓഫ് ദ മിൽക്ക് ഇൻ 1 ബോട്ടിൽ ഈസ് യൂസ്ഡ് ടു മേക്ക് എ കപ്പ് ഓഫ് ടീ. എന്നിട്ടോ ഒരു കപ്പ് ടീ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അതിൽ ഒരു ബോട്ടിലെ ക്വാർട്ടർ ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം 1 ലിറ്റർ മിൽക്കായിരുന്നു ഉണ്ടായിരുന്നത്, അത് 2 ഐഡന്റിക്കൽ ബോട്ടിൽസിലേക്ക് ഫില്ല് ചെയ്തു, ഒരേപോലെയുള്ള രണ്ട് പാത്രത്തിലേക്ക് ഫില്ല് ചെയ്തു. എന്നിട്ടോ അതിലെ ഒരു ബോട്ടിലിന്റെ ക്വാർട്ടർ പാർട്ട് യൂസ് ചെയ്തിട്ട് മിൽക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു കപ്പ് ടീ ഉണ്ടാക്കി. ഹൗ മച്ച് മിൽക്ക് വാസ് യൂസ്ഡ് ടു മേക്ക് ടീ? അങ്ങനെയെങ്കിൽ ആ ഒരു ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എത്ര മിൽക്കാണ്? ഹൗ മച്ച് മിൽക്ക് വാസ് യൂസ്ഡ് ടു മേക്ക് ദ ടീ? ആ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഹൗ മെനി മില്ലി ലിറ്റേഴ്സ്? എത്ര മില്ലി ലിറ്റർ ആണ്? ഇപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. 1 ലിറ്റർ മിൽക്കാണ് ഉണ്ടായിരുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു പാത്രത്തിനകത്ത് 1 ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് അത് രണ്ട് ഈക്വൽ ബോട്ടിൽസിലേക്ക്, ഐഡന്റിക്കൽ ബോട്ടിൽസ്, ഒരുപോലെയുള്ള രണ്ട് ബോട്ടിൽസിലേക്ക് ഫില്ല് ചെയ്തു. അപ്പൊ ഇതുവരെയാണ് രണ്ടെണ്ണത്തിലും ഉള്ളതെന്ന് കരുതാം. ഇങ്ങനെ ഒരു ബോട്ടിലാണ്, അപ്പോൾ 2 ഐഡന്റിക്കൽ ബോട്ടിൽസ് ആണെന്ന് കരുതാം. ഈ രണ്ട് ബോട്ടിലും ഈക്വൽ ആയിട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ ഓരോ പാത്രത്തിലും എത്ര മിൽക്കാണ് ഉണ്ടാവുക? ടോട്ടൽ എത്ര ഉണ്ടായിരുന്നത്? 1 ലിറ്റർ മിൽക്കാണ് ഉണ്ടായിരുന്നത്. അത് 2 ഐഡന്റിക്കൽ ബോട്ടിൽസിലേക്ക്, ഒരുപോലെയുള്ള രണ്ട് ബോട്ടിലേക്കാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ ബോട്ടിലും എത്ര മിൽക്ക് ഉണ്ടായിരിക്കും? യെസ്, 1/2 ലിറ്റർ അല്ലെ. ഇതിനകത്ത് 1/2 ലിറ്റർ ഉണ്ടാവും, ഇതിനകത്ത് 1/2 ലിറ്റർ ഉണ്ടാവും. രണ്ടും കൂടെ എത്രയാണ് വരുന്നത്? 1 ലിറ്റർ ആണ് വരുന്നത് അല്ലെ. യെസ്. അങ്ങനെയെങ്കിൽ പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്? എ ക്വാർട്ടർ ഓഫ് ദ മിൽക്ക് ഇൻ 1 ബോട്ടിൽ ഈസ് യൂസ്ഡ് ടു മേക്ക് എ കപ്പ് ഓഫ് ടീ. അപ്പോൾ ഒരു ബോട്ടിലുള്ള മിൽക്കിന്റെ ക്വാർട്ടർ പാർട്ട് യൂസ് ചെയ്തിട്ട് ഒരു കപ്പ് ടീ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ബോട്ടിൽ ഇവിടെ എത്രയാണ് ഇപ്പോൾ ഉള്ളത്? 1/2 ലിറ്റർ ആണ് ഉള്ളത് അല്ലെ. ദാറ്റ് മീൻസ് അതിന്റെ ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? 1/4 ആണ് പറഞ്ഞത്. 1/4 ഓഫ് 1/2. 1/4 ഓഫ് 1/2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതായത് ഒരു 2 ഐഡന്റിക്കൽ ബോട്ടിൽസ് ആണ്. ഒരു ബോട്ടിൽ എത്രയുള്ളത്? ഹാഫ് ലിറ്റർ ആണ് ഉള്ളത്. ആ 1/2 ലിറ്ററിന്റെ 1/4 പാർട്ട്, ദാറ്റ് ഈസ് 1/4 ഓഫ് 1/2 അല്ലെ. 1/4 ഓഫ് 1/2 സിക്വൽ എന്ത് വരും? നമുക്കറിയാം, ഓഫ് വരുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് അറിയാം. അപ്പൊ ദാറ്റ് ഈസ് 1/4 ഇൻറ്റു 1/2. 1/4 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. രണ്ട് ഫ്രാക്ഷൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അപ്പോൾ ഇവിടെ 1 ആണ് ന്യൂമറേറ്റർ. 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2 ആണ്. ദാറ്റ് ഈസ് എങ്ങനെ വരും? 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 ബൈ 4 ഇൻറ്റു 2 8. സോ എത്ര മിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? 1/8 ലിറ്റർ മിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു ലിറ്ററിന്റെ 1/8 പാർട്ട് യൂസ് ചെയ്തിട്ടാണ് മിൽക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇതിനകത്ത്. ഹൗ മച്ച് മിൽക്ക് വാസ് യൂസ്ഡ് ടു മേക്ക് ടീ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിനുള്ള ആൻസർ ഇപ്പൊ നമ്മൾ കണ്ടെത്തി, 1/8 ലിറ്റർ ആണെന്ന് കണ്ടെത്തി. പക്ഷെ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എന്താണ്? ഹൗ മെനി മില്ലി ലിറ്റേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര മില്ലി ലിറ്റർ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലിറ്റർ നമുക്കറിയാം 1/8 ലിറ്റർ ആണ്. അപ്പോൾ ഇതിനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം.
അപ്പോൾ നമുക്ക് ലിറ്ററും മില്ലി ലിറ്ററും തമ്മിലുള്ള റിലേഷൻ അറിയണം. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ്? യെസ്, 1000 മില്ലി ലിറ്റർ ആണ്. 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ 1/8 ലിറ്ററിനെ നമുക്ക് എങ്ങനെയാണ് മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക? 1/8 ലിറ്ററിന് പകരം മില്ലി ലിറ്റർ, ദാറ്റ് ഈസ് ഇൻറ്റു 1000 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 ഇൻറ്റു 1000 മില്ലി ലിറ്റർ ml. 1/8 into 1000 ml. Okay, is equal to 1/8 into 1000, that is 1 into 1000 divided by 8 milliliter. 1 into 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 by 8, 1000 by 8, 1000 by 8 is equal to എന്താ വരുന്നത്? 125 milliliter. ഓക്കെ, അപ്പോൾ ഒരു ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് how much milk was used? 1/8 ലിറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര മില്ലി ലിറ്റർ വരുന്നത്? 125 മില്ലി ലിറ്റർ. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, പേജ് നമ്പർ 35-ലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? 1 kilogram yam is cut into 3 equal pieces. One of the piece is halved. What is the weight of this piece? എന്താണ് ക്വസ്റ്റ്യൻ? 1 kilogram yam is cut into 3 equal pieces. 1 കിലോഗ്രാം യാം എന്ന് പറഞ്ഞാൽ എന്താ? ചേന അല്ലെ. 1 കിലോഗ്രാം ചേനയുണ്ട്, അതിന് 3 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ അസ്യൂം ചെയ്യാം ഇതൊക്കെ ഒരു ചേനയാണെന്ന് കരുതുന്നത്, ഒരു ചേനയാണ്. ഇതിനെ 3 ഈക്വൽ പീസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടോട്ടൽ വെയിറ്റ് എത്രയാ? 1 കിലോഗ്രാം ആണ് ടോട്ടൽ വെയിറ്റ്. അതിനെ 3 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ടോ 1 ഓഫ് ദ പീസ് ഈസ് ഹാഫ്ഡ്. അതിനകത്തുള്ള 3 ഈക്വൽ പീസസിലെ ഒരു പീസിനെ വീണ്ടും എന്ത് ചെയ്തു? ഹാഫ് ആക്കി മാറ്റി. ഇതിലെ ഏതെങ്കിലും ഒരു പീസ്, നമ്മൾ ഈ പീസാണ്, ഇതിനെ വീണ്ടും ഹാഫ് ആയിട്ട് കട്ട് ചെയ്തു. 2 ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്തു. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദിസ് പീസ്? അങ്ങനെയെങ്കിൽ ഇതിലെ ഒരു പീസിന്റെ വെയിറ്റ് എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിലുള്ള ഒരു പീസിന്റെ വെയിറ്റ് എത്രയാണ്. അതായത് തന്നിരിക്കുന്നത് എന്താണ്? 1 കിലോഗ്രാം ആണ് അതിന്റെ ടോട്ടൽ വെയിറ്റ് അല്ലെ. നമുക്ക് അറിയാം, അപ്പൊ അതിന്റെ ടോട്ടൽ വെയിറ്റ് തന്നിട്ടുണ്ട് 1 കിലോഗ്രാം. 1 കിലോഗ്രാം യാം ഈസ് കട്ട് ഇൻടു 3 ഈക്വൽ പീസസ് എന്നാ പറഞ്ഞത്. 3 ഈക്വൽ പീസസ്. അപ്പൊ ഓരോ പീസും എത്രയായിട്ട് മാറും? ഇത് എത്ര കിലോഗ്രാം ഉണ്ടാവുക? 1/3 കിലോഗ്രാം. ഓരോന്നും എന്തായിട്ട് മാറും? 1/3 കിലോഗ്രാം. 1/3 അല്ലേ? യെസ്, 3 ഈക്വൽ പീസസ് ആക്കി മാറ്റിയതുകൊണ്ട് ആകെ ടോട്ടൽ എത്രയാ? 1 കിലോഗ്രാം ആണ്. അപ്പൊ 1/3 1/3 1/3 3 ഈക്വൽ പീസസ് ആയിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനകത്തെ ഈ മൂന്നാമത്തെ പീസിലെ ഈ ഒരു പീസിനെ നമ്മൾ വീണ്ടും 2 ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 2 ഹാഫ് ആക്കിയിട്ട് മാറ്റി. അതാണ് അവിടെ വൺ ഓഫ് ദ പീസ് ഈസ് ഹാഫ്ഡ് എന്ന് പറഞ്ഞത്. അതിലുള്ള ഒരു പീസ് എന്ത് ചെയ്തിട്ടുണ്ട്? 3-ൽ ഒരു പീസ് ഹാഫ് ആക്കി മാറ്റി. എങ്കിലോ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദിസ് പീസ്? അപ്പോൾ ഈ പീസിന്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിലുള്ള ഒരു പീസിന്റെ വെയിറ്റ്. അപ്പൊ ഇത് എത്രയാ വെയിറ്റ് വരിക? 1/3 ആണ് ഇതിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് അല്ലെ. ഈ മൂന്നാമത്തെ പീസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1/3 കിലോഗ്രാം ആണ്. അതിനെ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ദാറ്റ് മീൻസ് ഓരോ പീസും എങ്ങനെ വരിക? ഹാഫ് ഓഫ് 1/3 അല്ലെ. യെസ്, ഹാഫ് ഓഫ് 1/3 ആണ് വരിക. ഹാഫ് ഓഫ് 1/3 കിലോഗ്രാം. ഓരോന്നിന്റെ വെയിറ്റ് വരിക ഹാഫ് ഓഫ് 1/3 കിലോഗ്രാം ആണ്. ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. ദാറ്റ് ഈസ് 1/2 ഓഫ് 1/3 കിലോഗ്രാം. ഇതിന്റെ വെയിറ്റ് വരിക 1/2 ഓഫ് 1/3 കിലോഗ്രാം. നമുക്കറിയാം 1/2 ഓഫ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു 1/3. രണ്ട് ഫ്രാക്ഷൻ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3. ന്യൂമറേറ്റർ ഇവിടെ 1 ആണ്. സോ 1 ഇൻറ്റു 1 ഇവിടെയും 1 ആണ്. 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഇവിടെ 2 ആണ്, ഇവിടെ 3. ദാറ്റ് ഈസ് 2 ഇൻറ്റു 3. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/2 ഇൻറ്റു 3 6. 1/6 kilogram. Therefore, the weight of this piece is equal to
1/6 കിലോഗ്രാം. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഹാഫ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ഗേൾസ്. A third of them are in the math club. What fraction of the total class are they? എന്താണ് ക്വസ്റ്റ്യൻ. ഹാഫ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ഗേൾസ്. ഒരു ക്ലാസ്സിലെ പകുതി കുട്ടികൾ ഗേൾസ് ആണ്. എത്രയാണ് ടോട്ടൽ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ക്ലാസ്സിലുള്ള കുട്ടികളിൽ പകുതി കുട്ടികൾ ഗേൾസ് ആണ്. അപ്പൊ ഒരു ക്ലാസ്സിനകത്ത് പകുതി കുട്ടികൾ ഗേൾസ് ആണ്. എന്നിട്ടോ a third of them are in the math club. ആ ഗേൾസിലെ a third എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1/3 പാർട്ട് അല്ലെ. 1/3 എന്താണ് of them are in the math club. ആ ഗേൾസിലെ 1/3 പാർട്ട് മാത്ത് ക്ലബിലെ മെമ്പേഴ്സ് ആണ്. നിങ്ങളൊക്കെ മാത്ത് ക്ലബിലെ മെമ്പേഴ്സ് ആണോ? ആഗ്രഹമുള്ള കുട്ടികളാണോ? യെസ്, എല്ലാവരും മാത്സ് ക്ലബിലൊക്കെ മെമ്പേഴ്സ് ആവണോ? മാത്സിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് മാത്സിനോട് ഇഷ്ടം ഉണ്ടാവും, കൂടുതലായിട്ട് മാത്സ് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, ഇവിടുത്തെ ക്വസ്റ്റ്യനില് ക്ലാസ്സിലെ പകുതി കുട്ടികൾ ഗേൾസ് ആണ്. എന്നിട്ടോ ആ പകുതിയിലെ 1/3 എന്താണ് മാത്ത് ക്ലബിലെ മെമ്പേഴ്സ് ആണ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ക്ലാസ് ആർ ദേ. അങ്ങനെയെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എന്ത് ഫ്രാക്ഷൻ ആണ് ഈ സ്റ്റുഡൻസ് വരുന്നത്. അതായത് മാത്ത് ക്ലബിലെ മെമ്പേഴ്സ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസ് ആ ടോട്ടൽ ക്ലാസ്സിലെ എത്രയാണ് വരുന്നത്, എത്ര പാർട്ടാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്. ഹാഫ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ഗേൾസ്. പകുതി ആരാണ്? യെസ്, ഗേൾസ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. എന്നിട്ട് a third of them are in the math club. അതിന്റെ 1/3 പാർട്ടാണ് എവിടെ വരുന്നത്? യെസ്, മാത്സ് ക്ലബിലെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ മെമ്പേഴ്സ് ഇൻ മാത്സ് ക്ലബ് ഇസ് ഈക്വൽ ടു എങ്ങനെ കാണാൻ പറ്റും? മെമ്പേഴ്സ് ഇൻ മാത്ത് ക്ലബ് ഇസ് ഈക്വൽ ടു എങ്ങനെ വരിക? 1/3 of 1/2 അല്ലെ. ടോട്ടൽ ക്ലാസ്സിലെ കുട്ടികളിലെ 1/2 പാർട്ടാണ് ഗേൾസ്. ആ 1/2 പാർട്ടിലെ 1/3 പാർട്ട് സ്റ്റുഡൻസ് ആണ് എവിടെ വരുന്നത്? മാത്ത് ക്ലബിൽ വരുന്നത്. ദാറ്റ് ഈസ് മെമ്പേഴ്സ് ഇൻ മാത്സ് ക്ലബ് ഇസ് ഈക്വൽ ടു 1/3 of 1/2 ആണ്. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റുക? 1/3 of 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 into 1/2. ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം അല്ലെ. ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ദാറ്റ് ഈസ് 1 into 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് 3 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. അപ്പോൾ ടോട്ടൽ ആ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ 1/6 പാർട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് മാത്ത് ക്ലബിലെ മെമ്പേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന ഗേൾസ്. ഓക്കെ, അതായത് ഹാഫ് ഓഫ് ദം ആയിരുന്നു ഗേൾസ് അല്ലെ, പകുതിയായിരുന്നു ഗേൾസ്. അതിന്റെ 1/3 പാർട്ടാണ് ആര് വരുന്നത്? മാത്ത് ക്ലാസ്സിലെ അല്ലെങ്കിൽ മാത്ത് ക്ലബിലെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് 1/3 of 1/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. അപ്പോൾ ആ ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻസിന്റെ 1/6 പാർട്ടാണ് എവിടെ വരുന്നത്? മാത്സ് ക്ലബിലെ മെമ്പേഴ്സ് ആയിട്ട് വരുന്ന ഗേൾസിന്റെ എണ്ണം. ഓക്കെ, യെസ്. ഇനി നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. 2 liters of milk is used to fill 3 bottles of the same size. A quarter of one such bottle is poured into a glass. How much milk is in the glass? എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? 2 liters of milk is used to fill 3 bottles of the same size. 2 liter മിൽക്ക് ആണ് അല്ലെ. 2 liter മിൽക്ക് 3 ബോട്ടിൽസിലേക്ക് ഫിൽ ചെയ്തു. അതാണെങ്കിൽ ഒരേ സൈസിലുള്ള സെയിം സൈസിലുള്ള ബോട്ടിൽസ് ആണ്. ആ 3 ബോട്ടിൽസിലേക്ക് ഈക്വൽ ആയിട്ട് ഫിൽ ചെയ്തു. ഇവിടെ 3 ഈക്വൽ ബോട്ടിൽസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. 3 ഈക്വൽ ബോട്ടിൽസ്. അപ്പൊ ഇത് 3 ഈക്വൽ ബോട്ടിൽസ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള 3 ഈക്വൽ ബോട്ടിൽസ് ആണ്. ഈ 3 ഈക്വൽ ബോട്ടിൽസിലേക്ക് 2 ലിറ്റർ മിൽക്ക് ആണ് ഫിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 2 ലിറ്റർ മിൽക്ക് ആണ് ഉണ്ടായിരുന്നത്. 2 liters of milk is used to fill 3 bottles of the same size. സെയിം സൈസിലുള്ള 3 ബോട്ടിൽസിലേക്ക് ഫിൽ ചെയ്തു. എന്നിട്ടോ a quarter of one such bottle is poured into a glass. എന്നിട്ട് ഇതിലുള്ള ഒരു ബോട്ടിലുള്ള മിൽക്കിന്റെ ക്വാർട്ടർ ഭാഗം
മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് എന്ത് ചെയ്തു? ഇതിനകത്ത് നിന്ന് ഒരു ബോട്ടിലിന്റെ ക്വാർട്ടർ ഭാഗം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഇറ്റ് 2 liters ഓഫ് മിൽക്കാണ് ഉണ്ടായിരുന്നത്. അത് 3 ഈക്വൽ ബോട്ടിൽസിലേക്ക് മാറ്റി. എന്നിട്ട് അതിലെ ഒരു ബോട്ടിൽ നിന്ന് അതിന്റെ ക്വാർട്ടർ ഭാഗം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് മിൽക്ക് ഈസ് ഇൻ ദ ഗ്ലാസ്? ഈ ഗ്ലാസ്സിനകത്ത് ഇപ്പോൾ എത്രയാണ് മിൽക്ക് ഉണ്ടാവുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായിരുന്നല്ലോ? യെസ്, 2 liters ഓഫ് മിൽക്കാണ് ഉണ്ടായിരുന്നത്. അത് 3 ബോട്ടിൽസിലേക്ക് ഫിൽ ചെയ്തു. ഇപ്പോൾ ഇവിടെ ഇത്രയാണ് ഓരോന്നിലും ഉള്ള മിൽക്ക് എന്ന് കരുതുക. അപ്പോൾ 2 liters ഓഫ് മിൽക്ക് 3 ഈക്വൽ ബോട്ടിൽസിലേക്ക് ഫിൽ ചെയ്തു. അങ്ങനെയെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഓരോ ബോട്ടിലും വരുന്ന മിൽക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം അതിന്റെ ക്വാർട്ടർ ആണ് നമുക്ക് കാണേണ്ടത്, അല്ലെ? ക്വാർട്ടർ എന്നാ പറഞ്ഞ ക്വാർട്ടർ ഓഫ് 1 such ബോട്ടിൽ ഈസ് poured into a glass എന്നാ പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഓരോ ബോട്ടിലുള്ള മിൽക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ എത്ര മിൽക്കാണ് ഉണ്ടായിരുന്നത്? 2 liter, അല്ലെ? യെസ്. അപ്പോൾ ടോട്ടൽ ഉണ്ടായിരുന്ന മിൽക്ക് 2 liter ആണ്. 2 liter ആണ് ഉണ്ടായിരുന്നത്. അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ 3 ഈക്വൽ ബോട്ടിലേക്ക് ഫിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിലും വരെ എത്ര ലിറ്റർ ആണ്? 2/3 ലിറ്റർ ആണ് വരും. ഇവിടെ 2/3 ലിറ്റർ വരും, ഇവിടെയും 2/3 ലിറ്റർ, ഇവിടെയും 2/3 ലിറ്റർ, അല്ലെ? 2 ലിറ്റർ ആണ് ഉണ്ടായിരുന്നത്. അതിന്റെ 3 ഈക്വൽ ബോട്ട്സിലേക്ക് ഒഴിച്ചപ്പോൾ ഓരോന്നിൽ എത്ര വരിക? 2/3 ലിറ്റർ, 2/3 ലിറ്റർ, 2/3 ലിറ്റർ, അല്ലെ? യെസ്. അങ്ങനെയെങ്കിൽ ഇതിലുള്ള ഒരു ബോട്ടിലിന്റെ, അതായത് ഇവിടെ 2/3 ലിറ്റർ ഉണ്ട്, ഈ ലിറ്ററിന്റെ 1/4 പാർട്ടാണ് ഗ്ലാസിനകത്തുള്ളത്. Therefore, milk in the glass is equal to എന്താ വരിക? 1/4 ഓഫ് ഒരു ബോട്ടിലുള്ളത്, ദാറ്റ് ഈസ് 2/3. 1/4 ഓഫ് 2/3 ലിറ്റർ ആണ് ഗ്ലാസിനകത്തുള്ള മിൽക്ക് എന്ന് പറയും. ദാറ്റ് ഈസ് 1/4 ഓഫ് 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 into 2/3. ഓക്കെ, യെസ്. 1/4 into 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 2, 2/4 into 3 എന്ന് പറഞ്ഞാൽ 12, 2/12. 2/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കോമൺ ആയിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെ? ഞാനിവിടെ മാറ്റി ഇവിടെ ചെയ്യുവാണെങ്കിൽ 2/12 ആണ്. 2ൽ എത്ര 2 വരുന്നുണ്ട്? 1 ടൈം. 12ൽ എത്ര 2 ഉണ്ട്? 6 ടൈംസ്. ദാറ്റ് ഈസ് 2/12 is equal to 1/6 liters. അപ്പോൾ ഈ ഗ്ലാസിനകത്തുള്ള മിൽക്ക് എത്രയാണ്? 1/6 ലിറ്റർ. നമ്മൾ ഓരോ ബോട്ടിലുള്ള മിൽക്ക് ആദ്യം കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 2/3, 2/3, 2/3. അതിന്റെ 1/4 പാർട്ട്, ഒരു ബോട്ടിലുള്ള മിൽക്കിന്റെ 1/4 പാർട്ടാണ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചത്. ദാറ്റ് ഈസ് 1/4 ഓഫ് 2/3. 1/4 ഓഫ് 2/3 എന്ന് പറഞ്ഞാൽ 1/4 into 2/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 ലിറ്റർ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഒരു മെത്തേഡിൽ മാത്രമല്ല, ഡിഫറെന്റ് മെത്തേഡിൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം, നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 1/2 kilogram, that is half kilogram of rice is equally filled in 4 bags. If we take 3 such bags together, how much rice do we get? ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? half kilogram of rice is equally filled in 4 bags. half kilogram rice is equally filled in 4 bags എന്നാണ് പറയുന്നത്. half kilogram rice 4 ഈക്വൽ ബാഗ്സിലായിട്ട് ഫില്ല് ചെയ്തു. ഹാഫ് കിലോഗ്രാം ആണ് റൈസ് ഉള്ളത്. അത് എങ്ങനെയാണ് ഫില്ല് ചെയ്തത്? 4 ബാഗ്സിലേക്ക് ഈക്വൽ ആയിട്ട് ഫില്ല് ചെയ്തു. ഇഫ് വി ടേക്ക് 3 such bags together, how much rice do we get? നമ്മൾ ആ 4 ബാഗ്സിൽ നിന്ന് നമ്മൾ 3 ബാഗ് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് ടോട്ടൽ എത്രയാണ്? ഹൗ മച്ച് റൈസ് ഡു വി ഗെറ്റ്? നമുക്ക് എത്ര റൈസ് ആണ് കിട്ടുക? എത്ര കിലോഗ്രാം റൈസ് ആണ് കിട്ടുക എന്ന് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഹാഫ് കിലോഗ്രാം ആണ് ആകെ ഉണ്ടായിരുന്ന റൈസ്. അതിനെ 4 ബാഗ്സിൽ ഈക്വൽ ആയിട്ട് ഫില്ല് ചെയ്തു. ഓരോ ബാഗിലും ഈക്വൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇഫ് വി ടേക്ക് 3 such bags,
അതിൽ നിന്ന് 3 ബാഗ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര അരിയാണ് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. 1/2 കിലോഗ്രാം ആണ് 4 ബാഗ്സിലേക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് ഈച്ച് ബാഗ് ഹാസ്, എങ്ങനെ എഴുതാം, ഈച്ച് ബാഗ് ഹാസ് എത്ര വരിക, 1/4 ഓഫ് 1/2 അല്ലെ. 1/2 കിലോഗ്രാമിന്റെ 1/4 പാർട്ടാണ് ഉണ്ടാവുക ഓരോ ബാഗിനകത്തും. ദാറ്റ് ഈസ് എങ്ങനെ വരും, 1/4 ഓഫ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 into 1/2 that is equal to 1/8 കിലോഗ്രാം. അപ്പോൾ ഓരോ ബാഗിനകത്തും ഉള്ള ഈച്ച് ബാഗ് ഹാസ് 1/8 കിലോഗ്രാം ആണ്. ഇതിൽ നിന്ന് 3 ഇതേപോലെ നമ്മൾ എടുത്തു അല്ലെ. യെസ്. അപ്പൊ 3 such bags is equal to 3 such bags is equal to എങ്ങനെ വരും, 3 into 1/8 that is equal to 3/8 കിലോഗ്രാം. ഓക്കെ, 3/8 കിലോഗ്രാം, 3 into 1/8. അപ്പൊ നമുക്ക് കിട്ടുന്ന എത്രയാ, 3/8 കിലോഗ്രാം റൈസ് ആണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിനെ മറ്റൊരു മോഡലിലൂടെ എഴുതാൻ പറ്റും, മറ്റൊരു മെത്തേഡിലൂടെ. അതെങ്ങനെയാ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 1/2 കിലോഗ്രാം ആണ് റൈസ് ഉണ്ടായിരുന്നത്. അതിനെ 4 ഈക്വൽ അല്ലെങ്കിൽ 4 ബാങ്ക്സിൽ ഈക്വൽ ആയിട്ട് ഫിൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1/4 പാർട്ട് ഓഫ് ക്വാർട്ടർ ഓഫ് ഹാഫ് ആണ് ഓരോന്നിലും ഉള്ളത്. ക്വാർട്ടർ ഓഫ് ഹാഫ് കിലോഗ്രാം അല്ലെ. ഓരോ ബാഗിനകത്തുള്ളത് എത്രയാ, ക്വാർട്ടർ ആണ്. അതായത് 1/2 കിലോഗ്രാമിന്റെ ക്വാർട്ടർ ആണ് ഓരോ ബാഗിനകത്തും ഉള്ളത്. ക്വാർട്ടർ ഓഫ് ഹാഫ്, അതായത് 1/4 ഓഫ് 1/2. അത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാർട്ടർ ഓഫ് ഹാഫ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 3 ബാഗ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ. ക്വാർട്ടർ ഓഫ് ഹാഫിന്റെ 3 ബാഗ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോ ക്വാർട്ടർ ആയിട്ടുള്ള 3 എടുത്തു കഴിഞ്ഞാൽ എന്തായി, 3 ക്വാർട്ടർ, ദാറ്റ് ഈസ് 3/4 അല്ലെ. യെസ്. അപ്പോൾ 3 ക്വാർട്ടർ ഓഫ് ഹാഫ് ആണ് നമ്മൾ എടുത്തത്. എന്താണ്, 3 ക്വാർട്ടർ ഓഫ് ഹാഫ്, 3 ക്വാർട്ടർ ഓഫ് ഹാഫ് ആണ് നമ്മൾ എടുത്തത്. ഗോട്ട് ഇറ്റ്, 3 ക്വാർട്ടർ ഓഫ് ഹാഫ്. 3 ക്വാർട്ടർ ഓഫ് ഹാഫ് എന്ന് പറഞ്ഞാൽ 3 ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, 3/4. 3/4 ഓഫ് ഹാഫ് 1/2. 3/4 ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 3/4 into 1/2 that is equal to 3/8. നേരത്തെ നമുക്ക് കിട്ടിയത് തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തില്ല, ഇവിടെ ആദ്യം കണ്ടുപിടിച്ച ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്തില്ല. മറ്റൊരു മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്തതെന്ന് മാത്രം. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 3/4 ഓഫ് 1/2 കണ്ടുപിടിച്ചു. അതിന് നമ്മൾ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്, ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, 1/2 കിലോഗ്രാമിനെ 4 ബാഗ്സിലേക്കാണ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഓരോ ബാഗിനകത്തും എന്താ വരുന്നത്, ക്വാർട്ടർ ഓഫ് ഹാഫ് ആണ്. ടോട്ടൽ ഉണ്ടായിരുന്ന 1/2 കിലോഗ്രാം ആണ്, അതിന്റെ ക്വാർട്ടർ പാർട്ടാണ് ഓരോ ബാഗിനകത്തും വരുന്നത്. അപ്പൊ ക്വാർട്ടർ ഓഫ് ഹാഫ് ആണ് ഓരോന്നിലും വരുന്നത്. അങ്ങനെ എത്ര എണ്ണം എടുത്തു, നമ്മൾ എത്ര ബാഗ് എടുത്തിട്ടുണ്ട്, 3 ബാഗ്സ്. അപ്പൊ ക്വാർട്ടറിന്റെ 3 ബാഗ്സ് എടുത്തു കഴിഞ്ഞാൽ യെസ് എത്രയാണ് വരിക, 3/4 അല്ലെ. 3 ക്വാർട്ടർ ഓഫ് 1/2 കിലോഗ്രാം, ദാറ്റ് ഈസ് 3 ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 3/4 ഓഫ് 1/2. 3/4 ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും, 3/4 into 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/8 കിലോഗ്രാം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു മെത്തേഡ് ചെയ്തു, ഇത് മറ്റൊരു മെത്തേഡിലാണ് ഇപ്പോൾ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രാക്ഷൻസിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.